വെൽക്കം ടു പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനുകളെ കുറിച്ചാണ്. ഇതിനു മുന്നേ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 ക്ലാസ്സുകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് വിവരാവകാശ നിയമം, രണ്ടാമത്തേത് ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതുപോലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമങ്ങൾ അറിയേണ്ടതെല്ലാം എന്ന 3 ക്ലാസ്സുകൾ കൂടിയുണ്ട്. ഈ ക്ലാസ്സിനോടൊപ്പം അതും കൂടി ചേർത്ത് പഠിച്ച് പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ഉദ്യോഗാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം, എ വിൻഡിക്കേഷൻ ടു ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്ന കൃതി രചിച്ചത് മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ്. മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ് എ വിൻഡിക്കേഷൻ ടു ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്ന കൃതി രചിച്ചത്. ഫെമിനിസ്റ്റ് തത്വചിന്തകൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ആദ്യകാല കൃതികളിൽ പ്രധാനപ്പെട്ടതാണ് എ വിൻഡിക്കേഷൻ ടു ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്ന കൃതി. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ ഗൗരവം നൽകാത്ത 18ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ ഭൗതിക സൈദ്ധാന്തികർക്കുള്ള മറുപടിയായാണ് ഇംഗ്ലീഷുകാരിയായ മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് എ വിൻഡിക്കേഷൻ ടു ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്ന കൃതി രചിച്ചത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. കുറഞ്ഞ ജോലി സമയം, മെച്ചപ്പെട്ട വേതനം, വോട്ടവകാശം എന്നീ ആവശ്യങ്ങൾ ഉയർത്തി ന്യൂയോർക്കിൽ വനിതാ തൊഴിലാളികൾ 1908-ൽ നടത്തിയ മാർച്ചിൽ നിന്നാണ് വനിതാ ദിനത്തിന്റെ തുടക്കം. അതായത് കുറഞ്ഞ ജോലി സമയം, മെച്ചപ്പെട്ട വേതനം, വോട്ടവകാശം എന്നീ ആവശ്യങ്ങൾ ഉയർത്തി ന്യൂയോർക്കിൽ വനിതാ തൊഴിലാളികൾ 1908-ൽ നടത്തിയ മാർച്ചിൽ നിന്നാണ് വനിതാ ദിനത്തിന്റെ തുടക്കം. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുകയും ചെയ്ത ക്ലാര സെറ്റ്കിൻ, ആരാണ്? ക്ലാര സെറ്റ്കിൻ എന്ന റഷ്യൻ വനിതയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. ആരാണ്? റഷ്യൻ വനിതയായ ക്ലാര സെറ്റ്കിൻ ആണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. ഐക്യരാഷ്ട്ര സംഘടന ആദ്യമായി മാർച്ച് 8 വനിതാ ദിനമായി ആചരിച്ചത് 1975-ലാണ്. അപ്പൊ എന്നാണ് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1975 മുതലാണ്. അടുത്തത്, ബ്രെഡ് ആൻഡ് റോസസ്, ബ്രെഡ് ആൻഡ് പീസ് എന്നീ മുദ്രാവാക്യങ്ങൾ ചരിത്രത്തിൽ താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനിതകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ബ്രെഡ് ആൻഡ് റോസസ്, അതുപോലെ ബ്രെഡ് ആൻഡ് പീസ്. ഈ 2 മുദ്രാവാക്യങ്ങൾ വനിതകളുടെ അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 13-നാണ്. ഫെബ്രുവരി 13-നാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ഫെബ്രുവരി 13. ഇതാണ് ഇന്ത്യയിൽ വനിതാ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ദേശീയ തലത്തിൽ വനിതാ കമ്മീഷൻ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് CSWI, അതായത് കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. 1971-ൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ അഥവാ CSWI. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ നിർദ്ദേശമാണ് പിന്നീട് ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലേക്ക് നയിച്ചത്. ഇതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് ഒരു വട്ടം മാത്രം പറഞ്ഞു പോകുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1990-ലാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1990-ലാണ്. 1990 ഓഗസ്റ്റ് 30-നാണ് രാഷ്ട്രപതി ദേശീയ വനിതാ കമ്മീഷൻ ബില്ലിൽ ഒപ്പുവെച്ചത്. ആദ്യമായി രാഷ്ട്രപതി ദേശീയ വനിതാ കമ്മീഷൻ ബില്ലിൽ ഒപ്പുവെക്കുന്നത് 1990 ഓഗസ്റ്റ് 30-നാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992-ലാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് 1992-ലാണ്. 1990-ലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. എന്നാണ് 1992 ജനുവരി 31 ഡേറ്റ് ഉൾപ്പെടെ കാണാപ്പാഠം പഠിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, 1992 ജനുവരി 31-ന് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു. PV നരസിംഹറാവുവിന്റെ കാലത്തായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1992 ജനുവരി 31. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്? 1ഉം 2ഉം ശരിയാണ്. നമുക്ക് നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ശരിയാണ്. ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ
15 സബ് ക്ലോസ് 3 വകുപ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾക്കായി നിയമം നിർമ്മിക്കുവാൻ രാഷ്ട്രത്തിന് അധികാരം നൽകുന്നു. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 15 സബ് ക്ലോസ് 3 വകുപ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾക്കായി നിയമം നിർമ്മിക്കുവാൻ രാഷ്ട്രത്തിന് അധികാരം നൽകുന്നു. 15 സബ് ക്ലോസ് 3 ഓർത്തിരിക്കുക. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്ന വകുപ്പുകളൊന്നും ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലെങ്കിലും വകുപ്പ് 14 സമത്വം, വകുപ്പ് 15 ലിംഗസമത്വം, വകുപ്പ് 15 സബ് ക്ലോസ് 3 എന്താണ് മേളിൽ പറഞ്ഞത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾക്കായി നിയമനിർമ്മാണത്തിന് രാഷ്ട്രത്തിന് അനുമതി നൽകുന്നു എന്നീ വകുപ്പുകൾ സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രത്യേകം ഭരണഘടനയിൽ എടുത്തു പറയുന്നില്ല. സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്ന വകുപ്പുകളൊന്നും നമ്മുടെ ഭരണഘടനയിൽ ഇല്ല. എങ്കിലും വകുപ്പ് 14 സമത്വത്തെ കുറിച്ച് പറയുന്നു, വകുപ്പ് 15 ലിംഗസമത്വത്തെ കുറിച്ച് പറയുന്നു, വകുപ്പ് 15 സബ് ക്ലോസ് 3 സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾക്കായിട്ട് നിയമനിർമ്മാണത്തിന് രാഷ്ട്രത്തിന് അനുമതി നൽകുന്നു. അപ്പോൾ അങ്ങനെ നിയമം നിർമ്മിച്ചിട്ടാണ് നമ്മുടെ ഈ കമ്മീഷൻസ് ഒക്കെ പാർലമെന്റ് കൊണ്ടുവന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? നമ്മൾ ദേശീയ തലത്തിലെ കാര്യമാണ് പറയുന്നത്. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആകെ 6 അംഗങ്ങൾ. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആകെ 6 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ മൊത്തം 6 അംഗങ്ങൾ. ഓക്കെ, അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്? നമുക്ക് നോക്കാം. ദേശീയ വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ എന്നിവർക്ക് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മെമ്പർ സെക്രട്ടറി അല്ലെ? ദേശീയ വനിതാ കമ്മീഷനിലെ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ 6 പേരുണ്ടെന്ന് നമുക്കറിയാം. അവർക്ക് പുറമെ ആരുകൂടിയുണ്ട്? ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടെന്ന് ഓർത്തിരിക്കണം. ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ എന്നിവർക്ക് പുറമെ ദേശീയ വനിതാ കമ്മീഷനിൽ മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും. മെമ്പർ സെക്രട്ടറിയെ ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായി പരിഗണിക്കേണ്ടതില്ല. ഈ മെമ്പർ സെക്രട്ടറി എന്നത് ദേശീയ വനിതാ കമ്മീഷനിലെ ഒരു അംഗമായി പരിഗണിക്കുന്നില്ല. ഓക്കെ, അടുത്തത്, ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരി ഏത് എന്നാണ്? മുഴുവനും ശരിയാണ്. 1, 2, 3, 4 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നമുക്കറിയാം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുപോലെ ദേശീയ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ചെയർമാനെയും അതുപോലെ തന്നെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷനെയും അതുപോലെ തന്നെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഇനി ദേശീയ വനിതാ കമ്മീഷൻ മെമ്പർ സെക്രട്ടറിയെ നിയമിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. നമ്മൾ പറഞ്ഞു, അഡീഷണൽ ആയിട്ടുള്ള ഒരാളാണ് ആര്? മെമ്പർ സെക്രട്ടറി. അദ്ദേഹത്തെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അടുത്തത്, ദേശീയ വനിതാ കമ്മീഷനിലെ 5 അംഗങ്ങളിൽ കുറഞ്ഞത് ഒരംഗമെങ്കിലും യഥാക്രമം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെട്ടയാളായിരിക്കണം. ഈ ചെയർമാനെ കൂടാതെയുള്ള 5 അംഗങ്ങളിൽ ഒരാള് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ആളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അടുത്തത്, ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. പ്രത്യേകം ഓർത്തിരിക്കണം. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്? എല്ലാം ശരിയാണ്. നമുക്ക് വായിക്കാം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവർ രാജിക്കത്ത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. നമ്മൾ പറഞ്ഞു, ഇവരെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പൊ രാജിക്കത്ത് നൽകേണ്ടതും കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും കേന്ദ്ര ഗവൺമെന്റിനാണ്. ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പോൾ ഇവരെ രാജിക്കത്ത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്, അതുപോലെ തന്നെ നീക്കം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന്, അതുപോലെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും ആർക്ക് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ്. അടുത്ത ചോദ്യം, അനുവാദമില്ലാതെ തുടർച്ചയായി എത്ര മീറ്റിംഗിൽ പങ്കെടുക്കാതിരുന്നാലാണ് ദേശീയ വനിതാ കമ്മീഷനിലെ ഒരു അംഗത്തെ പുറത്താക്കാൻ കഴിയുന്നത്? 3 മീറ്റിങ്ങുകളിൽ. അപ്പോൾ ഇതിലെ ഒരു കമ്മിറ്റി അംഗം അനുവാദമൊന്നും ഇല്ലാതെ തുടർച്ചയായി 3 മീറ്റിംഗിൽ പങ്കെടുത്തില്ല എങ്കിൽ അവരെ പുറത്താക്കാനുള്ള നിയമവും ഉണ്ട്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷനാണ് ആലോക് റാവത്ത്. പുരുഷന്മാർക്കും ഈ പറയുന്ന പോലെ വനിതാ കമ്മീഷനിൽ പരാതി നൽകാം ചില സാഹചര്യത്തിൽ, കേട്ടോ, അത് ഓർത്തിരിക്കണം. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷനാണ് ആര്? ആലോക് റാവത്ത്. അടുത്തത്, ദേശീയ
വനിതാ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരാത്തത്, അപ്പോൾ അധികാര പരിധിയിൽ വരാത്തത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് നിയമങ്ങളിലും പ്രതിപാദിക്കപ്പെടുന്ന സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മേൽ അന്വേഷണവും പരിശോധനയും നടത്തുക, ഇത് അധികാര പരിധിക്കുള്ളിലുള്ളതാണ്. വനിതകളുടെ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ കാര്യപ്രാപ്തിയോടെ നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുക, അതും അതിനകത്തുള്ളതാണ്. ചില കാര്യങ്ങളിൽ സ്വമേധയാ പരാതികൾ സ്വീകരിക്കാനുള്ള അധികാരം വനിതാ കമ്മീഷനുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ വനിതാ കമ്മീഷനൊക്കെ സ്വമേധയാ കേസെടുത്തു എന്നുള്ളത് അല്ലെ. ചില കാര്യങ്ങളിൽ സ്വമേധയാ പരാതികൾ സ്വീകരിക്കാനുള്ള അധികാരം വനിതാ കമ്മീഷനുണ്ട്. ഇനി വനിതകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്കായുള്ള നിയമനിർമ്മാണം നടത്തുക, നിയമനിർമ്മാണം നടത്തുവാനുള്ള അവകാശം ഇന്ത്യൻ പാർലമെന്റിനാണുള്ളത്, അത് കമ്മീഷൻ ഇല്ല. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. 4 മാത്രമാണ് തെറ്റ്. ഓക്കെ. ദേശീയ വനിതാ കമ്മീഷന് നിയമത്തിന്റെ കാര്യത്തിൽ നിർദ്ദേശ അധികാരം മാത്രമേ ഉള്ളൂ. നിയമനിർമ്മാണ അധികാരം ഉണ്ടോ? ഇല്ല. നിയമനിർമ്മാണ അധികാരം ഇല്ല. മറിച്ച് എന്താണുള്ളത്? നിയമത്തിന്റെ കാര്യത്തിൽ നിർദ്ദേശ അധികാരം മാത്രമേ ഉള്ളൂ. നമുക്ക് അതൊന്നുകൂടെ വായിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് നിയമങ്ങളിലും പ്രതിപാദിക്കപ്പെടുന്ന സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മേൽ അന്വേഷണവും പരിശോധനയും നടത്തുക, ഇത് അവരുടെ ഒരു ധർമ്മമാണ്. വനിതകളുടെ സംരക്ഷണത്തിനുള്ള നിയമങ്ങൾ കാര്യപ്രാപ്തിയോടെ നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുക. അതുപോലെ ചില കാര്യങ്ങളിൽ സ്വമേധയാ പരാതികൾ സ്വീകരിക്കുവാനുള്ള അധികാരവും വനിതാ കമ്മീഷനുണ്ട്. അടുത്തത് ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നത്. ചുമതലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാം ഉത്തരമാണ്. അപ്പൊ നമുക്ക് 3 വായിക്കാം. യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ സ്ത്രീകളുടെ വികസന കാര്യങ്ങളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തുക, സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിനായുള്ള ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക, സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവബോധവും ഗവേഷണങ്ങളും സംഘടിപ്പിക്കുക. ഇതൊക്കെ ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകളാണ്. ഇവിടെ പറയാം. യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ സ്ത്രീകളുടെ വികസന കാര്യങ്ങളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തുക, സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിനായുള്ള ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക, സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവബോധവും ഗവേഷണങ്ങളും സംഘടിപ്പിക്കുക. ഇത് ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകളാണ്. അടുത്ത ചോദ്യം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ വിശദീകരണം നോക്കിയിട്ട് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 21 പ്രകാരമുള്ള പബ്ലിക് സർവന്റ് ഗണത്തിൽ പെടുന്നു. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ ഇന്ത്യൻ പീനൽ കോഡ് IPC സെക്ഷൻ 21 പ്രകാരമുള്ള പബ്ലിക് സർവന്റ് എന്ന ഗണത്തിൽ പെടുന്നു. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഒന്നാമത്തെ ഓപ്ഷൻ, ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ഒരു സിവിൽ കോടതി അധികാരമുണ്ട് എന്നുള്ളത് ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ദേശീയ വനിതാ കമ്മീഷന് അതിന്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാൻ അധികാരമില്ല. അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം അവർക്കുണ്ടോ? ഇല്ല. ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. നോമിനേറ്റ് ചെയ്യാനും തിരഞ്ഞെടുക്കാനുമുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ ക്വാറം എത്രയാണ്? 3 ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ക്വാറം എത്രയാണെന്ന് ചോദിച്ചാൽ 3 ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷന്റെ ക്വാറം 3 ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് നിർഭയ ഭവനാണ്, ന്യൂഡൽഹി. സ്ത്രീകളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നിർഭയ അല്ലെ, നിർഭയ ഭവൻ, ന്യൂഡൽഹി. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം നിർഭയ ഭവനാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേര്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. രാഷ്ട്രമഹിള ദേശീയതലത്തിലുള്ളതല്ലേ, അപ്പം രാഷ്ട്രം ഓർത്തിരിക്കാം. രാഷ്ട്രമഹിള. കാരണം ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് ചോദിച്ചിരിക്കുന്നത്, സംസ്ഥാനത്തെ അല്ല. അപ്പോൾ നമുക്ക് രാഷ്ട്രം എന്ന് പറഞ്ഞ് ചിന്തിക്കണം, ദേശീയം എന്ന് പറയുമ്പോൾ. അപ്പോൾ രാഷ്ട്രമഹിളയാണ്. ഓക്കെ. ഇനി ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ന്യൂസ് ലെറ്ററായ രാഷ്ട്രമഹിള പ്രതിമാസം പ്രസിദ്ധീകരിക്കപ്പെടുന്നു. പ്രതിമാസം ഈ പറയുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമ്മുടെ രാഷ്ട്രമഹിള എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിക്കപ്പെടുന്നു കൂടി ഓർത്തിരിക്കുക, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്? ഉത്തരം എല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം പ്രസ്താവനകള്.
ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ഏറ്റവും കൂടുതൽ കാലം ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി ഇരുന്നത് ഡോക്ടർ ഗിരിജ വ്യാസ് ആണ്. ഗിരിജ വ്യാസ് ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷയായിരുന്നു. ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്. അതുപോലെ ആദ്യത്തെ പുരുഷൻ ആരായിരുന്നു അംഗമായത്? ആലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ ആക്ടിംഗ് ചെയർപേഴ്സൺ രേഖ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് രേഖ ശർമ്മ. ഗിരിജ വ്യാസ്, രേഖ ശർമ്മ എന്നിവർ 2 തവണ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. ആരൊക്കെയാണ് 2 തവണ ആയിട്ടുള്ളത്? ഗിരിജ വ്യാസ്, രേഖ ശർമ്മ. ഏറ്റവും കൂടുതൽ കാലം ഗിരിജ വ്യാസ്. ഏറ്റവും കൂടുതൽ കാലം ആരാണ്? ഗിരിജ വ്യാസ്. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ 2ാമത്തെ അധ്യക്ഷയാണ് മോഹിനി ഗിരി. ആരാണ്? മോഹിനി ഗിരിയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ 2ാമത്തെ അധ്യക്ഷ. 1ഉം 2ഉം 3ഉം യഥാക്രമം പഠിച്ചു വെച്ചിരിക്കണം. പ്രത്യേകിച്ച് 1ഉം 2ഉം അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ആരാണ്? ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ് അല്ലെ? ജയന്തി പട്നായിക്. 2ാമത്തെ ആരാണ്? മോഹിനി ഗിരിയാണ്. ശ്രീമതി വിഭ പാർത്ഥസാരഥി, പൂർണിമ അദ്വാനി എന്നിവർ യഥാക്രമം 3ാമത്തെയും 4ാമത്തെയും അധ്യക്ഷരാണ്. ഞാൻ പറഞ്ഞു ആദ്യത്തെ 3 പേരെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ ആൾ ആരാണ്? ആദ്യത്തെ ആള് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷയാണ് ജയന്തി പട്നായിക്. 2ാമത്തെ ആരാ? 2ാമത്തേത് മോഹിനി ഗിരിയാണ്. 3ാമത്തേത് ശ്രീമതി വിഭ പാർത്ഥസാരഥി. ആരാണ്? വിഭ പാർത്ഥസാരഥി. 4ാമത്തേത് പൂർണിമ അദ്വാനി. അങ്ങനെ ആദ്യത്തെ 3 പേരെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് യഥാക്രമം. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദം വഹിച്ചിട്ടില്ലാത്തത് ആരാണെന്ന്? മമത വർമ്മ ഓപ്ഷൻ എ വഹിച്ചിട്ടുണ്ട്. ലളിത കുമാരമംഗലം വഹിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവി അധ്യക്ഷ പദവി വഹിച്ചിട്ടില്ല. അതുപോലെ ഗിരിജ വ്യാസ് നമ്മൾ പറഞ്ഞു അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. എന്താ പ്രത്യേകത ഗിരിജ വ്യാസിന്റെ? ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വനിതയാണ് ഗിരിജ വ്യാസ്. ആദ്യത്തേത് ആരാണ്? ആദ്യത്തേത് ജയന്തി പട്നായിക് ആണ്. 3ാമത്തെ ആളുടെ പേര് ഓർത്തിരിക്കണം, ശ്രീമതി വിഭ പാർത്ഥസാരഥി. ഓക്കെ, ശ്രീമതി ഗിരിജ വ്യാസ്, മമത ശർമ്മ, ലളിത കുമാരമംഗലം എന്നിവർ യഥാക്രമം 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും അധ്യക്ഷരായ വ്യക്തികളാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാകുന്ന 8ാമത്തെ വ്യക്തിയാണ് ആര്? രേഖ ശർമ്മ. രേഖ ശർമ്മ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാകുന്ന 8ാമത്തെ വ്യക്തിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് വനിതാ ശാക്തീകരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയത്? വനിതാ ശാക്തീകരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് വനിതാ ശാക്തീകരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം 97 മുതൽ 2002 വരെയാണ്. 1997 മുതൽ 2002 വരെയുള്ള 9ാം പഞ്ചവത്സര കാലത്താണ് വനിതാ ശാക്തീകരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഇനി നമ്മൾ പഠിക്കുന്നത് സംസ്ഥാന വനിതാ കമ്മീഷനെ പറ്റിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ. ആദ്യ ചോദ്യം, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കിയത്. ശ്രദ്ധിക്കുക, ബിൽ നിയമസഭ പാസാക്കിയത് 1990-ലാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കിയത് 1990-ലാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1995-ലാണ്. 1995 ഓഗസ്റ്റ് 22-ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകുകയും 95 ഡിസംബർ 1-ന് സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വരികയും ചെയ്തു. നിയമം. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം 1990-ൽ എന്ത് ചെയ്തു? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ല് നമ്മുടെ കേരള നിയമസഭ പാസ്സാക്കുന്നു. ശേഷം 95 ഓഗസ്റ്റ് 22-ന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നു. അങ്ങനെ 95 ഡിസംബർ 1-ന് സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 95 ഡിസംബർ 1 എന്ന് പറയണം. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ 95 ഓഗസ്റ്റ് 22 എന്ന് പറയണം. ഓക്കെ, പരീക്ഷയ്ക്ക് സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 95 എന്നാണ് പറയേണ്ടത്. അങ്ങനെ
സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമപ്രകാരം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് 96 മാർച്ച് 14. ഓക്കെ, സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമപ്രകാരം കേരള സംസ്ഥാന വനിതാ കമ്മീഷനായി 1996 മാർച്ച് 14 നിലവിൽ വരുന്നു. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത് എന്നാണ്. 1ഉം 2ഉം ശരിയാണ്. നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ലിന്റെ കരട് തയ്യാറാക്കിയത് KR ഗൗരിയമ്മയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ലിന്റെ കരട് തയ്യാറാക്കിയത് KR ഗൗരിയമ്മയാണ്. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷൻ കരട് ബിൽ തയ്യാറാക്കുന്നതിന് നിയമ ഉപദേശം നൽകിയത് ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ, ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നിവരാണ്. ഓർത്തിരിക്കുക, റെയർ പോയിന്റ് ആണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ലിന്റെ കരട് തയ്യാറാക്കിയത് KR ഗൗരിയമ്മയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ല് തയ്യാറാക്കുന്നതിന് നിയമോപദേശം നൽകിയ രണ്ടുപേർ ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റിയുമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത് എന്നാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. നമുക്ക് നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ തയ്യാറാക്കി പ്രസിഡന്റിന് സമർപ്പിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി EK നായനാരാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ല് തയ്യാറാക്കി പ്രസിഡന്റിന് സമർപ്പിക്കുമ്പോൾ, അദ്ദേഹം ഒപ്പം വന്നിട്ടില്ല, പ്രസിഡന്റ് സമർപ്പിക്കുമ്പോഴുള്ള മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ EK നായനാരാണ്. പിന്നീട് നമ്മൾ 2 ഡേറ്റ് പറഞ്ഞു, 95 ഓഗസ്റ്റ് 22ഉം 95 ഡിസംബർ 1 പറഞ്ഞു അല്ലേ. നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ രാഷ്ട്രപതി അംഗീകരിച്ച് നിയമമാക്കുമ്പോഴും അതിൽ പ്രകാരം സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരികയും ചെയ്ത സമയത്തെ കേരള മുഖ്യമന്ത്രി AK ആന്റണിയാണ്. ഓക്കെ, അതായത് ഒന്നുമില്ല, സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോഴുള്ള മുഖ്യമന്ത്രി AK ആന്റണിയും സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ തയ്യാറാക്കി പ്രസിഡന്റ് സമർപ്പിക്കുമ്പോഴുള്ള മുഖ്യമന്ത്രി EK നായനാരുമാണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷനിൽ അധ്യക്ഷ ഉൾപ്പെടെ ആകെ എത്ര അംഗങ്ങളുണ്ട്? 5 പേര്. സംസ്ഥാന വനിതാ കമ്മീഷനില് അധ്യക്ഷ ഉൾപ്പെടെ ആകെ 5 അംഗങ്ങൾ. ഒരു അധ്യക്ഷയും 4ൽ കൂടാത്ത അംഗങ്ങളുമായിരിക്കും സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ മൊത്തം 5 പേര്, ഒരു അധ്യക്ഷയും 4ൽ കൂടാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. നമുക്ക് നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഒരു അധ്യക്ഷയും 4 അംഗങ്ങളും ഉണ്ടായിരിക്കും. 5 പേരില് ഒരു അധ്യക്ഷയും 4 അംഗങ്ങളും ഉണ്ടായിരിക്കും. സംസ്ഥാന വനിതാ കമ്മീഷനിലെ 4 അംഗങ്ങളിൽ ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെട്ട ആളാകണം. നമ്മൾ ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞപ്പോഴുള്ള അത് തന്നെയാണ് ഇവിടെയും. അതായത് ഈ ബാക്കിയുള്ള അധ്യക്ഷയെ കൂടാതെയുള്ള 4 അംഗങ്ങളിൽ ഒരാൾ ആരായിരിക്കണം? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ മെമ്പർ സെക്രട്ടറി എന്നാണ് അറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, LGS ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയപ്പെടുന്ന പേര് മെമ്പർ സെക്രട്ടറി എന്നാണ്. ഒന്നുകൂടെ പറയാം, സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഒരു അധ്യക്ഷയും 4 അംഗങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം 5 പേര്. സംസ്ഥാന വനിതാ കമ്മീഷനിലെ 4 അംഗങ്ങളിൽ ഒരംഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. അതുപോലെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO മെമ്പർ സെക്രട്ടറി എന്ന് അറിയപ്പെടുന്നു. അടുത്തത്, തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത് എന്നാണ്. 1 മാത്രമാണ് ശരി. എന്താണെന്ന് നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ അധ്യക്ഷയുടെ കാലാവധി 5 വർഷമാണ്. അതായത് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കാലാവധി 5 വർഷമാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാൻ കാരണം മറ്റ് അംഗങ്ങളുടെ കാലാവധി 3 വർഷമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും 5 വർഷം തന്നെയാണ്. സംസ്ഥാന വനിതാ കമ്മീഷനിലെ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സംസ്ഥാന വനിതാ കമ്മീഷനിലെ മെമ്പർ സെക്രട്ടറിയുടെ കാലാവധി സംസ്ഥാന ഗവൺമെന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം ഈ മെമ്പർ സെക്രട്ടറിക്ക് ആ പദവിയിൽ തുടരാവുന്നതാണ്. അവര് ഒരിക്കലും ഈ കമ്മീഷനിൽ അംഗമല്ല. ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ള, അതായത് ഗവൺമെന്റിന് ഇഷ്ടമുള്ള കാലത്തോളം മെമ്പർ സെക്രട്ടറിക്ക് പദവിയിൽ തുടരാവുന്നതാണ്. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ, മറ്റ് അംഗങ്ങൾ, മെമ്പർ സെക്രട്ടറി എന്നിവരെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ദേശീയ തലത്തിലാണെങ്കിലോ കേന്ദ്ര സർക്കാരാണ്. ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ, മറ്റംഗങ്ങൾ എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരമോ അതും സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. ഇനി അനുവാദമില്ലാതെ തുടർച്ചയായി എത്ര മീറ്റിംഗുകളിൽ പങ്കെടുക്കാതെ എന്നാലാണ് സംസ്ഥാന വനിതാ കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യാൻ പറ്റുന്നത്? 3 മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ, ദേശീയ തലത്തിലും 3 മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ പുറത്താക്കുക തന്നെ ചെയ്യും. ഇനി സംസ്ഥാന വനിതാ കമ്മീഷനിലെ ക്വാറം എത്രയാണ്? 4 ആണ്. ദേശീയ തലത്തിൽ നമ്മൾ പറഞ്ഞത്
3 സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനിലെ ക്വാറം 4 പ്രത്യേകം ഓർത്തിരിക്കുക. സംസ്ഥാന വനിതാ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിനാണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്, അതുപോലെ നീക്കം ചെയ്യാൻ അധികാരം കേന്ദ്ര ഗവൺമെന്റിന്, നിയമിക്കുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം, സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷയാണ് സുഗതകുമാരി. നമുക്കെല്ലാം പ്രിയപ്പെട്ട സുഗതകുമാരി ആയിരുന്നു ആര്? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ. അടുത്തത്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്. 1ഉം 2ഉം ശരിയാണ്. നമുക്ക് നോക്കാം. ശ്രീമതി സുഗതകുമാരിക്ക് ശേഷം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായത് ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡി ശ്രീദേവി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2 തവണ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നത് ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. അപ്പോൾ ജസ്റ്റിസ് ഡി ശ്രീദേവി 2 തവണ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു. ആദ്യ അധ്യക്ഷ ആരാണ്? സുഗതകുമാരിയാണ്. സുഗതകുമാരിക്ക് ശേഷമാണ് ഡി ശ്രീദേവി വരുന്നത്. ഇവർ 2 തവണ അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിട്ടില്ലാത്തത് ആരെന്നാണ്. നോക്കാം. ശ്രീമതി എം കമലം അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. കെ സി റോസകുട്ടി അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. കെ ആർ ഗൗരിയമ്മ അധ്യക്ഷ പദവി വഹിച്ചിട്ടില്ല. എം സി ജോസഫൈൻ നമുക്കറിയാം, വിവാദമായതാണ്, മരണപ്പെട്ടുപോയി. എം സി ജോസഫൈൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാകുന്ന മൂന്നാമത് അധ്യക്ഷ എം കമലവും 4ാമത്തെ വനിത, അതായത് 5ാമത് അധ്യക്ഷ കെ സി റോസക്കുട്ടിയുമാണ്. നമുക്കറിയാം ഇതിനിടയ്ക്ക് 2 വട്ടം അല്ലെ ജസ്റ്റിസ് ഡി ശ്രീദേവി അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അടുത്ത ചോദ്യം, കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് 2021 സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് എം സി ജോസഫൈൻ ആണ്. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് 2021 സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് എം സി ജോസഫൈൻ ആണ്. സുഗതകുമാരി, ഡി ശ്രീദേവി, എം കമലം, കെ സി റോസക്കുട്ടി എന്നിവർക്ക് ശേഷം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തെത്തിയ 5ാമത്തെ വ്യക്തിയാണ് എം സി ജോസഫൈൻ. എം സി ജോസഫൈന് ശേഷം പ്രസ്തുത സ്ഥാനത്തെത്തുന്ന 6ാമത് വ്യക്തിയാണ് പി സതീദേവി. നമുക്ക് പി സതീദേവി 6ാമത്തെ വ്യക്തിയാണെന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ വ്യക്തി സുഗതകുമാരി, 2ാമത്തേത് ആരാണ്? ഡി ശ്രീദേവി എന്നതും ഓർത്തിരിക്കുക. അടുത്തത്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്. 1ഉം 2ഉം തെറ്റാണ്. എന്താണ് തെറ്റിയത് നമുക്ക് നോക്കാം. വനിതാ കമ്മീഷനിൽ പരാതി നൽകുന്നതിന് ഫീസോ വക്കീൽ സഹായമോ ആവശ്യമില്ല എന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. വനിതാ കമ്മീഷനുകളിൽ പരാതി നൽകുന്നതിന് ഫീസ് കൊടുക്കണ്ട, അതുപോലെ വക്കീലിന്റെ സഹായവും ആവശ്യമില്ല എന്നത് ഓർത്തിരിക്കുക. ഇനി ചോദ്യത്തിലേക്ക് നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷനിൽ പരാതി നൽകാൻ 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ആവശ്യമുണ്ടോ? ഇല്ല. കമ്മീഷനിൽ പരാതി സമർപ്പിക്കുന്നതിന് അഭിഭാഷകന്റെ സേവനം ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് 2 പ്രസ്താവനകളും തെറ്റിപ്പോയത്. ഓർത്തിരിക്കുക, പരാതി നൽകുന്നതിന് ഫീസ് ഇല്ല, അതുപോലെ തന്നെ വക്കീലിന്റെ സഹായമൊന്നും ആവശ്യമില്ല. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 3ഉമാണ് ശരി. നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ സിവിൽ കേസുകൾ പരിഗണിക്കില്ല. ശരിയാണ്. യാതൊരു കാരണവശാലും സംസ്ഥാന വനിതാ കമ്മീഷൻ പുരുഷന്മാരുടെ അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കില്ല എന്നത് തെറ്റാണ്. വിവാഹമോചനത്തിനുള്ള അപേക്ഷയും സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വീകരിക്കില്ല. അതിന് കോടതിയിലാണ് പോകേണ്ടത്, അല്ലേ? അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ സിവിൽ കേസുകൾ പരിഗണിക്കില്ല എന്നത് ഓർത്തിരിക്കുക. വിവാഹമോചനത്തിനുള്ള ഒരു അപേക്ഷയും സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വീകരിക്കുകയില്ല. ഇനി എന്താണ് തെറ്റ്? യാതൊരു കാരണവശാലും സംസ്ഥാന വനിതാ കമ്മീഷൻ പുരുഷന്മാരുടെ അപേക്ഷകൾ സ്വീകരിക്കില്ല എന്നത് എന്താണെന്ന് നോക്കാം. അസാധാരണമായ സാഹചര്യങ്ങളിൽ കുടുംബ പുനഃസംഗമനത്തിനായിട്ട് പുരുഷന്മാരുടെ അപേക്ഷകളും കമ്മീഷൻ സ്വീകരിക്കും. ഓക്കെ, അസാധാരണമായ സാഹചര്യങ്ങളിൽ കുടുംബ പുനഃസംഗമത്തിനായിട്ട് പുരുഷന്മാരുടെ അപേക്ഷകളും വനിതാ കമ്മീഷൻ സ്വീകരിക്കുന്നതാണ് എന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി എന്നത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ്.
ഇനി ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രസിദ്ധീകരിക്കുന്ന രാഷ്ട്ര മഹിളയോ അത് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ് ഈ മൂന്നെണ്ണവും അല്ലെ. മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ. ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല. പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനങ്ങൾ രൂപം കൊണ്ടത്. അതിനാൽ ഇവയെല്ലാം സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അടുത്തത് വേശ്യാവൃത്തി നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയും. വേശ്യാവൃത്തി നിരോധന നിയമം പാസാക്കിയത് 1956. അടുത്ത ചോദ്യം, സ്ത്രീധന നിരോധന നിയമം ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാർലമെന്റ് പാസാക്കിയത് 1961. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിന് നിരോധിച്ചുകൊണ്ടുള്ള നിയമം, അതായത് ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൻ പ്രൊഹിബിഷൻ ആക്ട് പാർലമെന്റ് പാസാക്കിയത് 1986. സ്ത്രീകളുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം, അതായത് ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൻ പ്രൊഹിബിഷൻ ആക്ട് പാർലമെന്റ് പാസാക്കിയത് 1986. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1997 വിശാഖ വിസസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. എന്താണ് 1997 വിശാഖ വിസസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസിലെ സുപ്രീം കോടതി മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സ്ത്രീ സംരക്ഷണ നിയമം ഏതെന്നാണ് ചോദ്യം. ജോലി സ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡന തടയലും നിരോധനവും നിയമമാണ് ഉത്തരം. ജോലി സ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡന നിരോധന നിയമം എന്താണ്? 1997 വിശാഖ വിസസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസിലെ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സ്ത്രീ സംരക്ഷണ നിയമമാണ് ജോലി സ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡന നിരോധന നിയമം. അടുത്തത്, ജോലി സ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡന തടയലും നിരോധന നിയമം നിലവിൽ വന്നത് 2013. 2013 ഡിസംബർ 9 ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. ഏത് നിയമം? ജോലി സ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2013 ഡിസംബർ 9 പ്രത്യേകം ഓർത്തിരിക്കുക. ഇങ്ങനെ എടുത്ത് ചോദിച്ചാൽ ഈ ഉത്തരം പറയണം, 2013 ഡിസംബർ 9 എന്ന്. ഓക്കെ. അടുത്ത ചോദ്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ചെറുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 181. മിത്ര 181. എന്താണ് മിത്ര 181 എന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ചെറുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് മിത്ര 181. സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലാണ് ഇതിന്റെ പ്രവർത്തനം എന്നതും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദേശീയ തലത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ ചെറുക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. ഏതാണ്? 1098. ദേശീയ തലത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ ചെറുക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. നിലവിൽ വിവിധ അടിയന്തര ആവശ്യങ്ങൾക്കായി ദേശീയ തലത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഹെൽപ്പ് ലൈൻ നമ്പറായ 112 കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പൊതുവെ ചൈൽഡ് ലൈൻ നമ്പർ എന്ന് വിളിക്കപ്പെടുന്ന 1098 സേവനം ലഭ്യമാക്കുന്നത് എന്നും ഓർത്തിരിക്കുക. ഓക്കെ. എന്നൂടെ പറയാം, നിലവിൽ വിവിധ അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് ദേശീയ തലത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112. ഈ 112 കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പൊതുവെ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എന്നറിയപ്പെടുന്ന 1098 സേവനം ഈ വനിതകൾക്ക് കൂടി ലഭ്യമാക്കുന്നത് എന്നതും ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ ചോദ്യത്തോടു കൂടി ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനുകൾ എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ കാണുന്ന ഏവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചാനൽ എത്തിച്ചു കൊടുത്ത് അവരെയും കൂടി നമ്മുടെ ചാനലിന്റെ ഭാഗമാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് സുപ്രധാന നിയമവുമായി ബന്ധപ്പെട്ട ഗാർഹിക പീഡന നിരോധന നിയമം എന്ന പ്രധാനപ്പെട്ട ടോപ്പിക്ക് ആധികാരികമായി പഠിക്കേണ്ടതുണ്ട്. അതിന് കുറെ നല്ല നോട്ടുകളുമായിട്ട് അടുത്ത ഒരു ക്ലാസ് ആയിട്ട് തീർച്ചയായും ഞാൻ അത് എടുത്തു തരുന്നതാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക്